വേണ്ട വേണ്ട, മോൻ എണീക്കണ്ട. കുഴപ്പമില്ല അച്ഛാ. മോനെ, വേദനയൊക്കെ കുറഞ്ഞോ? കുറഞ്ഞു അച്ഛാ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, വേദനയൊന്നുമില്ല. അതൊക്കെ അങ്ങ് മാറിക്കോളും. മോൻ റെസ്റ്റ് എടുത്താൽ മതി. ശരി അച്ഛാ. നന്നായി റെസ്റ്റ് എടുക്കണം. കുറച്ച് ദിവസം ഇവിടെ തന്നെ ഇരിക്കണം. ഓഫീസിൽ പോകണമെന്നുള്ള വിചാരമൊന്നും വേണ്ട. ഇല്ല അച്ഛാ. ഈ കെട്ടഴിക്കുന്നതോടെ എന്തെങ്കിലും ചെറിയ വേദന ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറിക്കോളും. ശരി അച്ഛാ. മോനെ, അച്ഛൻ മറ്റൊരു കാര്യം പറയാനാ മോൻ്റെ അടുത്തേക്ക് വന്നത്. എന്താ അച്ഛാ? എനിക്ക് ബിസിനസ് ആവശ്യമായിട്ട് ദുബായിക്കൊന്ന് പോകണം. തിരിച്ചു വരാൻ ഒരുപക്ഷെ കുറച്ച് ദിവസം എടുക്കും. ബിസിനസ് മീറ്റിംഗിനാണോ അച്ഛാ? അതേ മോനെ, ആദ്യമോ അരുണ്യോ അതിന് വിട്ടാൽ ശരിയാവത്തില്ല. ഞാൻ തന്നെ പോകണം. അച്ഛൻ പോയിട്ട് വാ. മോനെ, നീ ഇങ്ങനെ മാനസികമായി വല്ലാതെ തകർന്നിരിക്കുമ്പോൾ ദൂരയാത്രയ്ക്ക് പോകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ പോകാത്ത തരമില്ല. അച്ഛൻ പോയിട്ട് വാ. എന്റെ വിഷമങ്ങളൊക്കെ അങ്ങ് മാറിക്കോളും. ഇപ്പൊ എന്റെ ശരീരത്തിന് വേദനകളൊന്നുമില്ല, മനസ്സിന് മാത്രമേ വേദനയുള്ളൂ. നമ്മുടെ ലക്ഷ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും പ്രതീക്ഷകൾക്കും എതിരായി പലതും സംഭവിച്ചെന്ന് വരും. അതാണ് ജീവിതം. അതെല്ലാം നമ്മൾ തരണം ചെയ്തേ പറ്റൂ. അത് പ്രപഞ്ച നിയമമാണ്. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. എനിക്കാരെയും കുറ്റപ്പെടുത്താനും തോന്നുന്നില്ല. നടന്നു ഒന്നും സത്യമാകരുതേ എന്ന് മാത്രമാണ് ഞാനിപ്പോഴും പ്രാർത്ഥിക്കുന്നത്. അച്ഛാ, നിനക്കും എനിക്കും എവിടെയാണ് പിശക് പറ്റിയതെന്ന് ഇനിയും എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. മനുഷ്യ മനസ്സുകളെക്കുറിച്ചൊക്കെ നമ്മൾ ഒത്തിരി പഠിക്കേണ്ടിയിരിക്കുന്നു. എനിക്കും മനസ്സിലാവുന്നില്ല അച്ഛാ പലതും. മോൻ ഇപ്പം അതേക്കുറിച്ച് ആലോചിച്ച് അസ്വസ്ഥനാകണ്ട. സമാധാനം കണ്ടെത്താൻ മനസ്സുകൊണ്ട് ശ്രമിക്കുക. ജീവിതത്തിൽ അനുകൂലമായും പ്രതികൂലമായും വരുന്ന കാര്യങ്ങൾ സ്വീകരിക്കുക. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം ഒരുക്കിയിരിക്കുന്നതെന്ന് വിശ്വസിക്കുക. തീർച്ചയായും അങ്ങനെ തന്നെയായിരിക്കും. എല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ്. അച്ഛൻ ഇന്ന് രാത്രി പോകും. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും മോൻ അച്ഛനെ വിളിക്കണം. അച്ഛനും വിളിക്കും. അച്ഛൻ പോയി വരാം. പോയിട്ട് വാ. നെഞ്ചും കൂടിൽ ആർത്തുലച്ച് മഴ പെയ്യും ചിലപ്പോഴൊക്കെ. അതുപോലെ തന്നെ അത് തോരുകയും ചെയ്യും. ഒരു പെരുമഴയും തോരാതിരുന്നിട്ടില്ല. പോയിട്ട് വരാം. ശരി അച്ഛാ. മതിയമ്മേ. അല്ല, ജയന്തി അവിടെ കണ്ടില്ലല്ലോ. ഓ, നമ്മൾ ഇവിടെ ഹാജരുണ്ടേ. സെൻട്രൽ ജയിലിൽ പോലും തടവുകാര് ക്ഷണിച്ചു വരുത്തിയാ ഭക്ഷണം കൊടുക്കുന്നത്. ഇവിടെ പിന്നെ അറിഞ്ഞു കേട്ട് വരണം. ഒരു സ്നേഹനിധിയായ ആര്യപുത്രൻ എനിക്കുണ്ട്, അരവിന്ദ പൊതുവാൾ. ഭാര്യയായ ആര്യപുത്രി ഭക്ഷണം കഴിച്ചോ? അങ്ങനൊരു ചോദ്യവും ഇല്ല. അവനവന്റെ വയറ്. മോളെ, അവനവന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വിളിക്കേണ്ട കാര്യമുണ്ടോ?
പഴയ തറവാടുകളിലെ മരുമകളെ ബഹുമാനിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇവിടെ ആ പതിവില്ല. അതിനിത് തറവാടല്ലല്ലോ. എന്റെ മോളെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴെങ്കിലും വഴക്കുണ്ടാക്കാതെ. ഇത് സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഉന്നത ഭവനം ആയതുകൊണ്ടേ എനിക്ക് ആരോടും വഴക്കിടാനേ തോന്നുന്നില്ല. അയ്യേ, ഞാൻ ഇപ്പോഴാ ശ്രദ്ധിച്ചേ. കഞ്ഞിയാണോ അമ്മേ? അല്ല, കഞ്ഞികളായ ആളുകൾ പിന്നെ മട്ടൻ ബിരിയാണിയാണോ കഴിക്കുന്നത്? ഞങ്ങള് വെജിറ്റേറിയൻ ആണെന്ന് നിന്നെ കെട്ടുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. അതിന് അയലത്തലയൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. ഇണ്ടംപരുത്തിയിൽ എന്നും കാളയിറച്ചി ഉണ്ടായിരുന്നു. അത് പിന്നെ കാളഭവനമാണല്ലോ. നിന്റെ അച്ഛന്റെ പേര് എന്നെ കാള പണിക്കരുന്നല്ലേ. ദേ, എന്റെ അച്ഛനെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ ഞാൻ സഹിക്കില്ല. പോട്ടെ മോളെ, ക്ഷമിക്കേ. അരവിന്ദ, അവൾ ഇനി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. ഇരുന്ന് കഴിക്കുമോളെ. കഞ്ഞിയും ഉച്ചം കയറി ദ്രവിച്ച പയറും. ഓ, പോഷകാഹാരം. മുമ്പായിരുന്നെങ്കിലേ അമ്പലത്തിൽ നിന്ന് കട്ടോണ്ട് വരുന്ന പടച്ചോറും പായസവും ഉണ്ടായിരുന്നു. എന്റെ ദൈവമേ, എന്നെ നീ ക്ഷമ കൊണ്ട് വരികണമേ. മറ്റുള്ളവരെ കളിയാക്കാതെ മോക്ക് ഉറക്കം വരത്തില്ലല്ലേ? അല്ല, ഇതാര് ശ്യാമയോ? ഇവളിങ്ങനെ ഭൂമിക്ക് ഭാരവും വീടിന് പാരയായിട്ട് ജീവിക്കാനാണോ ഉദ്ദേശം? പിന്നെ രണ്ടാം കെട്ടായതുകൊണ്ട് ചോള്ള ചെറുക്കനെയൊന്നും കിട്ടില്ല. വല്ല കള്ളനോ കവലച്ചട്ടമ്പിയോ വരും. അവരുടെ കൂടെ പറഞ്ഞയക്കുന്നതാ ബുദ്ധി. നിർത്തടി. ഇവളെ തല്ലി തല്ലി ഞാൻ മടുത്തല്ലോ ദൈവമേ. ഈ മാരണത്തെ നീ എന്റെ തലയിലോട്ട് തന്നെ വച്ചല്ലോ. മിണ്ടി പോരുത് നീ. നിന്നെ കാലേ വരെ ഞാൻ ഭിത്തിയിലടിക്കും. ഇവളെയൊക്കെ ജനിപ്പിച്ചവനെ കണ്ട തല്ലി കൊല്ലണം. നാശം പിടിച്ചവള്. വാസൂട്ടൻ കഴിക്കും. ഏയ്, എനിക്ക് വേണ്ട ദേവകി, വേണ്ട. അമ്മേ, നിങ്ങളാരും കഴിക്കുന്നില്ലേ? എന്തായാലും എനിക്ക് നല്ല വിശപ്പുണ്ട്. കഞ്ഞിയെങ്കിൽ കഞ്ഞി. മുളക് മോൻ ഓഫീസിൽ പോകാൻ തയ്യാറാവുമായിരുന്നോ? അതേമേ, ഓഫീസ് കാര്യങ്ങളെല്ലാം തകരാറായി കിടക്കുക. ഒരാഴ്ച കഷ്ടപ്പെട്ടാലേ എല്ലാം പഴയതുപോലെ മാറ്റിയെടുക്കാൻ പറ്റൂ. അതൊന്നും സാരില്ല, എന്റെ മോൻ എക്സ്പേർട്ട് അല്ലേ. അമ്മയ്ക്ക് അഭിമാന നിന്നെ കുറിച്ച് ഓർക്കുമ്പോ. നീ MBA പാസ്സായതേ ഗോൾഡ് മെഡലോടെയാ. അതിന്റെ ക്രെഡിറ്റ് എനിക്ക് മാത്രമല്ലല്ലോ അമ്മേ. എന്നെ വളർത്തി വലുതാക്കിയ അച്ഛനും അമ്മയ്ക്കും കൂടെ അല്ലേ. എന്നാലും പഠിച്ചത് നീയല്ലേ. പഠിച്ചത് ഞാനാ. പക്ഷേ പഠിക്കാനുള്ള ആ മനസ്സും അതിനനുകൂലമായ സാഹചര്യങ്ങളും ഉണ്ടാക്കി തന്നത് നിങ്ങൾ മാതാപിതാക്കളല്ലേ. അത് അച്ഛനോടും എന്നോടുള്ള നിന്റെ അമ്മയത്തെ സ്നേഹം കൊണ്ട് പറയുന്നതാ. അതൊക്കെ പോട്ടെ, എന്റെ മോൻ പഴയതുപോലെ ഇപ്പൊ മിടുക്കനായിട്ടുണ്ട്. എന്റെ മോനെ ഇതുപോലെ തിരിച്ചു കിട്ടുന്ന ഞാൻ ഒരിക്കലും കരുതിയതല്ല. കഴുകന്മാരുടെ കയ്യിൽ നിന്നാ എനിക്കെന്റെ മോനെ തിരിച്ചു കിട്ടേ.
അവര് കൊന്നുകളയായിരുന്നു. പോട്ടെ, കണ്ടകശനിയും കഷ്ടകാലവും ഒക്കെ മാറിയെന്നങ്ങ് കരുതിയാ മതി. അനുഭവിക്കാനുള്ളത് അനുഭവിച്ചല്ലേ പറ്റൂ. അകേ, അമ്മ ഇപ്പൊ വന്നത് നിന്നോടൊരു കാര്യം പറയാനാ. മോനത് ക്ഷമയോടെ കേൾക്കണം, എന്നിട്ടും അമ്മ പറയുന്നത് അനുസരിക്കണം. എന്താമ്മേ? അമ്മ പറയുന്നത് മോന്റെ നന്മയ്ക്ക് വേണ്ടിയാ. എന്റെ നന്മയ്ക്ക് വേണ്ടിയേ അമ്മ എന്തും പറയൂന്ന് എനിക്ക് നന്നായിട്ടറിയാം. അമ്മ കാര്യം പറ. ഞാൻ പറയുന്നത് കേൾക്കുമ്പോ നീ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്കത് പറഞ്ഞേ പറ്റൂ. നീ അതനുസരിച്ചേ പറ്റൂ. ആ, അമ്മ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം എന്താന്ന് വെച്ചാ തുറന്നു പറ. നീ ശ്യാമയെ ഡൈവോഴ്സ് ചെയ്യണം. നീ അവളെ ഡിവോഴ്സ് ചെയ്താൽ മാത്രം പോരാ, മറ്റൊരു വിവാഹം കൂടി കഴിക്കണം. നീ എന്താ ഒന്നും മിണ്ടാത്തെ? അമ്മയുടെ മുഖത്ത് നോക്കി എങ്ങനെ മറുപടി പറയുമെന്ന് ആലോചിക്കായിരുന്നു. മറുപടി എനിക്ക് കിട്ടിയേ പറ്റൂ. എനിക്ക് ഇത് രണ്ടും എന്നെ കൊണ്ട് സാധ്യമല്ലമ്മേ. അഗി, ഒന്നുകൂടി ഞാൻ ആവർത്തിച്ചേക്കാം. ഞാൻ ശ്യാമയെ ഡിവോഴ്സ് ചെയ്യില്ല. മറ്റൊരു വിവാഹം ഞാൻ കഴിക്കുകയില്ല. നീ സ്വന്തം അമ്മയുടെ ഹൃദയത്തെയാ വേദനിപ്പിക്കുന്നെ. ഞാനൊരു വിവാഹം കഴിച്ചതല്ലേ അമ്മേ? ആ വിവാഹ ബന്ധം തകർന്നില്ലേ? നിന്നെ താലി കെട്ടിയവള് നിന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ട് കടന്നു കളഞ്ഞില്ലേ മോനെ? ഇനിയും അവളെ ഓർത്ത് നിൽക്കാനാണോ നിന്റെ ഉദ്ദേശം? ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഇങ്ങനെ അങ്ങ് പോയാ മതി അമ്മേ. ഇങ്ങനെ അങ്ങ് പോയാ പോരാ. നിന്റെ ജന്മം പാഴാക്കി കളയാൻ നിന്റെ അമ്മയായി ഞാൻ അനുവദിക്കില്ല. നിന്റെ ഏട്ടന്മാരെ പോലെ നീ ഒരു വിവാഹം കഴിക്കണം. അങ്ങനെ ഒരു കുടുംബം ഉണ്ടാവണം. അമ്മയ്ക്ക് വേറെ വല്ലതും പറയാനുണ്ടോ? എനിക്ക് തൽക്കാലം നിന്നോട് ഇതേ പറയാനുള്ളൂ. എന്നെ കൊണ്ട് സാധിക്കാത്ത കാര്യം അമ്മ എന്നോട് പറയരുത്. എന്തുകൊണ്ട് സാധിക്കില്ലെന്ന് അറിയേണ്ടത്. നിന്നെ കൊല്ലാൻ നോക്കിയ പെണ്ണ് ഇനി നിന്റെ കൂടെ വരുന്നു നീ വിശ്വസിക്കുന്നുണ്ടോ? കാരണം അവക്ക് പേടിയുണ്ടാവും. അവള് ചെയ്ത കുറ്റം അവളുടെ മനസ്സിലുണ്ട്. ഇനി തിരിച്ചു വിളിച്ചാ അവളെ കൊല്ലാനാണെന്ന് അവളും അവളുടെ കുടുംബക്കാരും വിശ്വസിക്കൂ. അതുകൊണ്ട് അമ്മ പറയുന്നതിന്റെ മോൻ അനുസരിക്കണം. മോൻ അവളുമായിട്ടുള്ള വിവാഹമോചനം നടത്തണം. ആകാശം ഇടിഞ്ഞ് വീണ് തകരുമെന്ന് പറഞ്ഞ പോലും ഞാനത് ചെയ്യില്ല. എന്നെ കൊണ്ട് അതിന് പറ്റില്ലമ്മേ. ഗുഡ് മോർണിംഗ് സാർ. സാർ,
ശരി സാർ. ആ ഏട്ടന്മാരോ? മോനിരിക്കേ. അല്ല, എന്താ പതിവില്ലാതെ രണ്ടുപേരും ഓഫീസിലേക്ക്? ഏട്ടൻ പറയും. വീട്ടിൽ വെച്ച് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, അവിടെ വെച്ചൊരു കാര്യം പറയുമ്പോൾ എല്ലാവരും കയറി വന്ന് അതിലിടപെടും. അമൃതയും ഐശ്വര്യയും അപ്പച്ചയൊക്കെ. അവരിടപെടുന്നതിൽ തെറ്റൊന്നും ഉണ്ടെന്നല്ല വലിയേട്ടൻ പറയുന്നത്. എടാ, പലരും പല സ്വഭാവക്കാരല്ലേ. ചിലരുടെ വാക്കുകൾ നമ്മൾ ഇറിറ്റേറ്റഡ് ആക്കും. ഈ വിഷയം നമ്മുടെ സഹോദരങ്ങൾ മാത്രം ഇരുന്ന് സംസാരിക്കേണ്ടതാ. അതാണ് ഉചിതമെന്ന് എനിക്ക് തോന്നി. സത്യം പറഞ്ഞാൽ ഞാനും ഏട്ടനും ദൂതന്മാരാ. ദൂതന്മാരൊന്നും അല്ലടാ, ഇടനിലക്കാരൻ, മീഡിയേറ്റർമാർ. അമ്മ ഒരു കാര്യം ഞങ്ങളെ ഏൽപ്പിച്ചു, അത് നടപ്പിലാക്കാനാ ഞങ്ങൾ ഇറങ്ങിയത്. എന്നാ അമ്മയും അച്ഛനും കഴിഞ്ഞാൽ നിന്നോട് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാ ഞങ്ങൾ ഏട്ടന്മാർ, അല്ലേ? അങ്ങനെയല്ലേ? അതെ, നിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്വം മാത്രമല്ല ഞങ്ങൾക്കുള്ളത്, നിന്റെ കാര്യത്തിൽ ഇടപെടാനുള്ള അവകാശവുമുണ്ട്. ഏട്ടന്മാരെ രണ്ടുപേരും കൂടി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് ഏറെക്കുറെ എനിക്ക് മനസ്സിലായി. അത് തന്നെ, നിന്റെ വിവാഹമോചന കാര്യം തന്നെ. അഖിൽ, നീ അമ്മ പറയുന്നത് കേൾക്കണം. ശ്യാമയെ നീ ഡിവോഴ്സ് ചെയ്യണം. മോനെ, ഡിവോഴ്സ് ചെയ്താൽ മാത്രം പോരാ, വേറൊരു കല്യാണത്തിന് ഉടനെ തന്നെ നീ തയ്യാറാവുകയും വേണം. അമ്മയ്ക്കും ഏട്ടന്മാർക്കും എൻ്റെ കാര്യത്തിലുള്ള ടെൻഷനൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ അഖിൽ, നിനക്ക് പല ന്യായവാദങ്ങളും ഉണ്ടാവും. അതിൽ പലതും ഞങ്ങൾക്ക് മനസ്സിലാവും. അമ്മയുടെ ആ തീരുമാനങ്ങളെല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാ. എടാ, നീ ഒന്ന് സെറ്റിലാകാത്തതിൽ ഞങ്ങൾക്ക് വല്ലാത്ത ടെൻഷനുണ്ട്. മറ്റൊരു കല്യാണം കഴിച്ചാൽ ഞാൻ സെറ്റിൽഡ് ആവുമെന്ന് ആരാ ഏട്ടന്മാരോട് പറഞ്ഞത്? മോനെ, ഇതൊന്നും ആരും പറഞ്ഞു തരേണ്ട കാര്യമല്ല. നീ വാശിയൊന്നും പിടിക്കണ്ട. അവളെ നീ മനസ്സിൽ നിന്നെടുത്തങ്ങ് കളയേ. അഖിൽ, നിന്നെ വകവരുത്താൻ ഒരു ശത്രുവിനെ പോലെ കൂടെ കൂടി നടന്നവളാ ശ്യാമ. അവളോട് ഇങ്ങനെയൊന്നും അല്ല ഏട്ടന്മാരായ ഞങ്ങൾ പ്രതികരിക്കേണ്ടിയിരുന്നത്. ക്ഷമിക്കുന്നത് കുറേ കാലം നിന്നോടൊപ്പം ജീവിച്ച ഒരു പെൺകുട്ടിയല്ലേന്ന് കരുതിയിട്ടാ. അല്ലെങ്കിൽ അവളെ ആ കുടുംബത്തെയും ഞങ്ങൾ വംശനാശം വരുത്തുമായിരുന്നു. കൂട്ടമായി ചേർന്ന് വളരെ ബുദ്ധിപൂർവ്വമല്ലേ അവര് നിന്നെ ഇല്ലായ്മ ചെയ്യാൻ നോക്കിയത്? അതെ, രഹസ്യങ്ങൾ ചോർത്താൻ അച്ഛൻ വേഷം മാറി പനിയാണെന്നും പറഞ്ഞ് മാസ്കും വെച്ച് വീട്ടിൽ സെക്യൂരിറ്റി.